ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് തന്നെ അദ്ദേഹത്തിന് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഭരണം കഴിയും, CPM തീരുകയാണ്, തീർന്നു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. തീരട്ടെ. സാർ, എന്താണ് സാർ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ അറിയാൻ കഴിയുന്നത്? സാറിന് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ. അതിൽ ലോക്സഭയിലെ 18 സീറ്റിൽ UDF വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കുകയും എന്നിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആലത്തൂരിൽ ജയിക്കും തോൽക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നൊക്കെ നോക്കി അവിടെ ഇരിക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. 100 മുതൽ 110 സീറ്റ് വരെ UDF വിജയിക്കുമെന്നും 2 സീറ്റ് 5 സീറ്റ് വരെ BJP വിജയിക്കുമെന്നും അതോടൊപ്പം ബാക്കി സീറ്റുകളിൽ LDF വിജയിക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. ഓർക്കുമ്പോ ഇപ്പോഴും കിടങ്ങിപ്പോവാ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? 9 ജില്ലകളിൽ UDF തൂത്തുവാരുമെന്നാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഒന്ന് പത്തനംതിട്ട. വെറുതെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ച് നശിക്കുന്നത്? കമ്പനിക്ക് ഒരാളെ കൂടി കൂട്ടിക്കൂടെ? ഇവനും കൂടെ താല്പര്യം വേണ്ടേ? നശിക്കാൻ താല്പര്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്റെ കാശുകൊണ്ട് നീ നശിക്കണ്ട. ഒന്ന് കോട്ടയം. പക്ഷെ ഞാൻ ഈ തങ്കരായനോട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു, അദ്ദേഹം ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. ശരിക്കും സത്യം. അടുത്തത് ഇടുക്കി. ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. അതേപോലെ എറണാകുളം. ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. ഇനി അടുത്തത് മലപ്പുറം. ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ലേ തന്റേത്? അത് പെർമനന്റ് ആക്കാൻ മാനേജ്മെന്റിന് ഉദ്ദേശമില്ല. ചുരുക്കി പറഞ്ഞാൽ താൻ പുറത്ത്. അടുത്തതാണ് ഏറ്റവും പ്രധാനം, ഞെട്ടിക്കുന്ന കാര്യം, കോഴിക്കോട്. സീറ്റിന്റെ കാര്യമൊക്കെ ഒരെണ്ണത്തിന് സാധ്യത ഉണ്ട്. ഇനി അതിലപ്പുറത്തേക്കുള്ളൊരു സ്ഥലം കൂടി ഉണ്ട്, കാസർഗോഡ്. ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ഔദാര്യം നിർത്തി കത്തിക്കാനാണ് ആചാര്യ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചെറുപ്പമല്ലേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. വയനാട്ടിലെ 3-ൽ 3. ഇനി ഒരു റൗണ്ടോട് നമ്മളെ താങ്ങ മുടിയുമോ? 1 കാസർഗോഡ് 5, 2 കോഴിക്കോട് 13, 3 വയനാട് 3, പിന്നെ മലപ്പുറം 16, പിന്നെ എറണാകുളം 14, പത്തനംതിട്ട 5, അതേപോലെ ഇടുക്കി 5, കോട്ടയം 9. അതായത് 70 സീറ്റ് ടോട്ടൽ. അപ്പോൾ തിരുവനന്തപുരം കൊല്ലം നോക്കേണ്ട കാര്യം പോലും. ഇവിടെ ഉണ്ട് സർ. അവന്റെ കൂടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാനുള്ള അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇതാടതാണ് സർ. അവൻ പട്ടിയെ കൊണ്ട് മാഴിക്കം. ഇനി ഇച്ചിരി വില പിടിച്ചോട്ടെ. പിന്നെ ഒറ്റ സീറ്റ് 8 ജില്ലകളിൽ UDFന് മാത്രമേ കിട്ടുള്ളൂ. LDFന് സീറ്റില്ല, BJPക്ക് സീറ്റിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്താണ് ഇതിന്റെ കാരണം പറയുന്നത്? വൻതോതിലുള്ള പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കും. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പിന്നെ വരുന്നത് കണ്ണൂര്. ഇതെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെല്ലാരും ഇങ്ങനെ കരയിപ്പിച്ചിട്ട് തിരിച്ചടിക്കാണ്ട് നിൽക്കരുത്. തന്ന കണക്ക് നമ്മൾ തീർത്തിരിക്കും, പലിശ അടക്കം. കണ്ണൂര് കാസർഗോഡും കൂടെ 5-6 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു. BJPയുടെ അണികളാണ്, CPMന് അണികളടക്കം ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും.
ജോസ് എന്ത് പറഞ്ഞാലും ഇത് ഞങ്ങൾ സമ്മതിക്കാരാ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, മേലാ പറഞ്ഞേക്കരുത്. അത് UDF നോടുള്ള താല്പര്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി. മറിച്ച് സർക്കാരിനോടുള്ള വിരോധമാണ്. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ 8 ജില്ലകളുടെ അകത്തോണ്ട് തന്നെ UDF ഭരണം പിടിക്കും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.